ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഇതില് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ അത് ശരിയാണ്. ധരാതലീയ ഭൂപടങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. 1ഉം 3ഉം ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്നുള്ളത് തെറ്റാണ്. മൂല്യം രേഖപ്പെടുത്താറില്ല, ഇതൊക്കെ തെറ്റാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഈസ്റ്റ് അല്ലെ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ളതാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഇത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പൊ 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ഈസ്റ്റിങ്സിനെ കുറിച്ച് നോക്കാം. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന വരകളാണ്. അപ്പൊ നോർത്തിങ്സ് എന്തായിരിക്കും? നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ. ഓക്കെ, അപ്പൊ നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്നതും ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ വടക്ക് തെക്ക് ദിശയിലാണ് വരയ്ക്കുന്നത്. ഇനി കോണ്ടൂർ രേഖകൾ എന്ന് പറയുമ്പോൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ്, വരകളാണ് കോണ്ടൂർ രേഖകൾ. ഫോം ലൈൻ ആണെങ്കിലോ ദുർഘടമായ പ്രദേശങ്ങളെ കാണിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി വരയ്ക്കുന്ന രേഖകളാണ് ഫോം ലൈൻ. സ്പോട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഉയരം കാണിക്കാൻ കറുത്ത ബിന്ദുവിനോടൊപ്പം ഉയരം സംഖ്യയായി കാണിക്കുന്നതിനെയാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് ആണെങ്കിലോ ജലസംഭരണികൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, ഇവയുടെ ഉയരം BM, ബെഞ്ച് മാർക്കിന്റെ BM എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നതിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. മഞ്ഞുതീനി എന്ന് പറയുന്ന ഏതിനെയാണ്? ചിനൂക്കിനെയാണ് അല്ലെ. ചിനൂക്കാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ എന്ന് നോക്കാം. പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുകളാണ് അല്ലെ, കാറ്റുകൾ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പ്രാദേശിക വാദങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് കാൽ വൈശാഖി. കാൽ വൈശാഖി എവിടെയാണ് വീശുന്നത്? വെസ്റ്റ് ബംഗാളിലാണ്. ഒരു വേനൽക്കാലത്ത് വീശുന്ന, വെസ്റ്റ് ബംഗാളിൽ വീശുന്ന കാറ്റാണ് കാൽ വൈശാഖി. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് ലൂ. കാൽ വൈശാഖി, മാംഗോ ഷവേഴ്സ്, ഇവയൊക്കെ ചോദിക്കുന്നതാണ്. ലെഫോൺ, മിസ്ട്രൽ, ഹർമാറ്റർ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ലൂ എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഏത് മാസങ്ങളിലാണ്? മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. അപ്പൊ മാംഗോ ഷവേഴ്സ് ആണെങ്കിലോ കർണാടകയുടെയും കേരള തീരത്തും ആഞ്ഞടിക്കുന്ന വേനൽക്കാലത്തെ പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവേഴ്സ്. ചെറി ബ്ലോസം ആണെങ്കിലോ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ വാദങ്ങളാണ്, കാറ്റുകളാണ് ചെറി ബ്ലോസം. ഇത് കർണാടകയിലാണ് കൂടുതലായും വീശാറുള്ളത്. ഇനി നോർവെസ്റ്റർ ബീഹാർ, ബംഗാൾ, ആസാം ഇവയുടെ തീരങ്ങളിൽ വീശുന്ന കാറ്റുകളാണ്, ഉഷ്ണക്കാറ്റാണ് നോർവെസ്റ്റർ. ഫൊന്നാണെങ്കിലോ യൂറോപ്പ്, ആൽപ്സ് ഈ തീരങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൺ. ചിനൂക്ക് ആണെങ്കിലോ റോക്കി പർവ്വതനിരകളിലൂടെ വീശുന്ന, അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. മിസ്ട്രൽ ആണെങ്കിലോ ആൽപ്സ്, റോൺ താഴ്വാരങ്ങളിലൂടെ വീശുന്നതാണ് മിസ്ട്രൽ. ഹർമാറ്റർ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് തീരങ്ങളിൽ വീശുന്നതാണ്. ഡോക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഹർമാറ്റർ ആണ്. ഇനി മിയാവി ഏത് രാജ്യത്ത് വീശുന്നതാണ്? ചൈനയിലാണ്. അതുപോലെ തന്നെ പാമോ ജപ്പാനിലാണ്. ലാവണ്ടർ സ്പെയിനിലും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നോക്കിയേ. ആഗോള മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് കേട്ടോ. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇപ്പൊ നമ്മുടെ ഭൂമിയെ മർദ്ദത്തിന്റെ, പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി നോർത്തിലോട്ടും സൗത്തിലോട്ടും എന്തുവരും? ഈ ഒരു 0 ഡിഗ്രി ഏരിയ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. 0 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ സൗത്തിലോട്ടും നോർത്തിലോട്ടും എന്തുവരും? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഞാൻ മുകളിൽ എഴുതിയില്ലെന്നേ ഉള്ളൂ. ഇതും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായ 30 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രി വരെയുള്ള ഏരിയ എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ് കേട്ടോ. ഈ 60 ഡിഗ്രിയിൽ നിന്നും 90 ഡിഗ്രി വരെ നോർത്തിലും സൗത്തിലും ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും.
അപ്പൊ ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നും പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മളിവിടെ കണ്ടു ന്യൂനമർദ്ദ മേഖലയും ഉച്ചമർദ്ദ മേഖലയും എന്നൊക്കെ കണ്ടു അല്ലെ. ഈ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവാണ് അല്ലെ. ന്യൂനമർദ്ദ മേഖലകളിൽ മർദ്ദം കുറവായിരിക്കും കേട്ടോ. അപ്പൊ അവിടെ എന്തായിരിക്കും? കൂടുതൽ ചൂട് കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പൊ ന്യൂനമർദ്ദ മേഖലകളിൽ ചൂട് കൂടുതലും മർദ്ദം കുറവായിരിക്കും, സൂര്യപ്രകാശം കൂടുതലായിരിക്കും അവിടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇതിനെ എന്താണ്? നിർവാത മേഖല എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ് അല്ലെ. ഇവിടെ നോക്കിയേ, ഹൈ പ്രഷർ ബെൽറ്റ് ആണ് 30 ഡിഗ്രി വരെ മുകളിൽ താഴോട്ടും. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശുന്ന കാറ്റുകൾ കാരണം ഇവിടെ കാറ്റുകൾ ഇല്ലാത്ത ഒരു ഏരിയ അല്ലെങ്കിൽ നിർവാത മേഖലയായി ഡോൾഡ്രംസ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്രീനിച്ചിലെ സമയം ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രീനിച്ച് ടൈം റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, നമുക്കറിയാം നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വൈസിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ലാറ്റിറ്റ്യൂഡ് വൈസിൽ നമ്മൾ മധ്യത്തിലൂടെ കടന്നു പോകുന്ന മേഖലയാണ് ഈ ഒരു ലൈന് നമ്മൾ എന്താ പറയുക? ഇക്വേറ്റർ എന്ന് പറയും അല്ലെ, ഭൂമധ്യ രേഖ എന്ന് പറയും. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിന്റെ നടുക്കിലൂടെ കടന്നു പോകുന്ന ഇതും 0 ഡിഗ്രി ആണ്. ഇതിന് നമ്മൾ എന്ത് പറയും? ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ എന്ന് പറയും, പ്രൈം മെറിഡിയൻ. അപ്പൊ നമ്മൾ ഭൂമിയെ നമ്മൾ ഇത്തരത്തില് ലോഞ്ചിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം മുഴുവൻ ഈ ഒരു സർക്കിൾ 360 ഡിഗ്രി ഉണ്ട്. ഈ 360 ഡിഗ്രിയെ 1 ഡിഗ്രിയുടെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം എർത്തിന് മുഴുവനായി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 അവേഴ്സ് ആണ്. എർത്തിന് റൊട്ടേറ്റ് ചെയ്യാൻ 24 അവേഴ്സ് ആണ് വേണ്ടി വരുന്നത്. ഈ 24 അവേഴ്സിന് നമ്മൾ മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ 24 × 60 = 1440 മിനിറ്റ്, 1440 മിനിറ്റ് ആണ് നമുക്ക് ഭൂമിക്ക് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിറ്റുകൾ. അപ്പൊ 24 അവേഴ്സ് ആണ്, മിനിറ്റിൽ പറയുമ്പോൾ 1440 മിനിറ്റ് ആണ്. അപ്പൊ ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ നമ്മൾ 360 ഡിഗ്രി ആയി ഓരോ ഡിഗ്രി വീതം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഭൂമിയുടെ 1 ഡിഗ്രി കറങ്ങണമെങ്കിൽ നമുക്ക് 1440 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ചെയ്യുമ്പോൾ 4 മിനിറ്റ് എന്ന് കിട്ടിയത്. നിങ്ങൾ പഠിക്കണ്ട, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കുക, 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കറങ്ങാൻ എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 1 മണിക്കൂറിൽ ഭൂമി 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഗ്രീൻവിച്ച് ടൈം അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൈം മെറിഡിയനിൽ നിന്നും ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഈസ്റ്റേൺ പാർട്ടിലാണ് ഇന്ത്യ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രൈം മെറിഡിയൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 5.30, അതായത് 5.5 മണിക്കൂറാണ്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് കാണാതെ അറിയാം, 5.5 മണിക്കൂറാണ് ഇന്ത്യയുടെ മെറിഡിയൻ പ്രൈം മെറിഡിയനിൽ നിന്നുള്ള ഡിഫറൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 1 അവറിൽ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 82.5 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 82.5 ഡിഗ്രിയെ 15 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ 5.5 മണിക്കൂർ വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് പ്രൈം മെറിഡിയനിൽ നിന്നും ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂറാണ്. അപ്പൊ പ്രൈം മെറിഡിയൻ ഇവിടെ ഉണ്ട്, ഇന്ത്യ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യ ഈ പ്രൈം മെറിഡിയനിൽ 1 മണിയാണെങ്കിൽ ഇന്ത്യയിൽ അപ്പൊ എത്ര മണിയായിരിക്കും? ആ 1 മണിയുടെ കൂടെ 5.5 മണിക്കൂറും കൂടെ കൂട്ടിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം മെറിഡിയനിൽ ആ ഒരു ഭാഗത്ത് 7 മണിയാണെങ്കിൽ ഇന്ത്യയുടെ ടൈം എത്രയായിരിക്കും? 7ന്റെ കൂടെ 5.5 മണി കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൈം മെറിഡിയനിൽ നിന്നും ഈസ്റ്റിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യണം? സമയം കൂട്ടണമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ പ്രൈം മെറിഡിയനിൽ 5 മണിയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് 5 മണിയാണെങ്കിൽ ഇന്ത്യയില് ഗ്രീൻവിച്ച് ടൈം എത്രയായിരിക്കും? 5ന്റെ കൂടെ 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. 5.5 മണിക്കൂറാണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ട് തിരിച്ചു ചോദിച്ചു. അതായത് ഇന്ത്യയിൽ 8 മണിയാണെങ്കിൽ പ്രൈം മെറിഡിയനിൽ എത്രയായിരിക്കും?
അപ്പൊ നമ്മൾ തിരിച്ച് ഈസ്റ്റിൽ നിന്ന് തിരിച്ച് പ്രൈം മെറിഡിയനിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് കുറയ്ക്കണം. 8 - 5.5 മണിക്കൂർ എന്നുള്ള കാര്യം എടുക്കുക. അപ്പൊ 2.5 മണിക്കൂറെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് പ്രൈം മെറിഡിയനിലോട്ട് ആണ് ചോദിക്കണമെങ്കിൽ 5.5 മണിക്കൂർ കുറയ്ക്കണം. പ്രൈം മെറിഡിയനിൽ നിന്നിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു സമയം പറഞ്ഞ് തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ കൂട്ടണം എന്നുള്ള കാര്യം. 5.5 മണിക്കൂർ ഓർത്തിരുന്നാൽ മതി. ഈസ്റ്റിലോട്ടാണ് പോകുന്നത്, അതായത് പ്രൈം മെറിഡിയനിൽ നിന്നും ഈസ്റ്റിലോട്ട് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ആണെങ്കിൽ 5.5 മണിക്കൂർ കൂട്ടണം. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് പ്രൈം മെറിഡിയനിലോട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ കുറയ്ക്കണം എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? അപ്പൊ ഇന്ത്യയുടെ സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇന്ത്യയുടെ സമയം എത്രയാണ്? 12 മണിയാണ്. അപ്പൊ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 12 മണിയിൽ നിന്നും നമ്മുടെ 5.5 മണിക്കൂർ കുറയ്ക്കണം. അപ്പൊ എത്ര മണിയായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ്, 6:30 AM ആണ്. ഓക്കെ, ഇന്ത്യയുടെ സമയം ഉച്ചയ്ക്ക് 12 മണിയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് 5.5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6:30 എന്നുള്ള സമയം കിട്ടും. ക്ലിയർ ആണല്ലോ ഈ ഒരു കോൺസെപ്റ്റ്? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി. അടുത്ത് നോക്കിയേ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം ഇവിടെയാണ് അല്ലെ. പടിഞ്ഞാറൻ തീരസമതലം, ഈ ഭാഗത്ത് കിഴക്കൻ തീരസമതലം ഉണ്ട്. ഓക്കെ, ഇപ്പൊ കിഴക്കൻ തീരസമതലം താരതമ്യേന പടിഞ്ഞാറൻ തീരസമതലത്തെക്കാളിലും വിസ്തൃതി കൂടുതലാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അഴികളും കായലുകളും കാണപ്പെടുന്നു. നമുക്കറിയാം പടിഞ്ഞാറൻ സമതലങ്ങളിൽ അഴികളും കായലുകളും ഒക്കെ കാണപ്പെടുന്നു. അപ്പൊ ഒന്ന് ശരിയായിട്ടുള്ളതാണ്. നമുക്ക് ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആൻസറിൽ 1 വരാൻ പാടില്ല. ഒന്ന് ആലോചിക്കുക, 1 വരാൻ പാടില്ല. അപ്പൊ ഒന്നുള്ളതൊക്കെ അങ്ങ് നമുക്ക് വെട്ടിക്കളയാം. ഇനി അടുത്ത് നോക്കിയാൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പടിഞ്ഞാറില് ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. കിഴക്കൻ തീരസമതലങ്ങളിലാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ള ഒരു ആൻസർ ആണ് കേട്ടോ. തെറ്റായിട്ടുള്ള ആൻസർ ആണ്. തെറ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇനി താരതമ്യേന വീതി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. കിഴക്കൻ തീരസമതലത്തിനാണ് പടിഞ്ഞാറിനേക്കാളിലും വീതി കൂടുതൽ. അപ്പൊ വീതി കൂടുതൽ എന്നുള്ളത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഓക്കെ, ഇനി അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. ശരിയാണ്. അറബിക്കടലിലും ഇവിടുത്തെ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ 1ഉം 4ഉം ശരിയും 2ഉം 3ഉം തെറ്റാണ്. നമുക്ക് തെറ്റായിട്ടുള്ളതല്ലേ വേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഈ കിഴക്കൻ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ നോക്കിയേ, നമുക്കിവിടെ കച്ചുണ്ട്, റാൺ ഓഫ് കച്ചുണ്ട്, കത്തിയാവാർ സമതലമുണ്ട്, കൊങ്കൺ തീരസമതലമുണ്ട്, മലബാർ കോസ്റ്റ് ഉണ്ട്. അതുപോലെ ഈസ്റ്റേൺ പാർട്ടിൽ കിഴക്കൻ തീരസമതലത്തിലാണെങ്കിലോ ഉട്കൽ പ്ലെയിൻ, നോർത്തേൺ സിർക്കാസ്, കോറമണ്ടൽ കോസ്റ്റ് ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മലബാർ കോസ്റ്റിലാണ് ധാരാളം ലഗൂൺസ്, ലേക്സ് ഒക്കെ കാണപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണ്. നമുക്കറിയാവുന്നതാണ്. ഇനി വെസ്റ്റ് കോസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഈ കോസ്റ്റ് എമർജൻസി കോസ്റ്റും സബ്മെർജ് കോസ്റ്റും ഉണ്ട്. അതായത് എമർജൻസി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് വലുതായി എമർജ് ചെയ്ത് വരികയാണ്. ഇനി ചില കോസ്റ്റൽ ഏരിയാസ് കടലിനടിയിലോട്ട് സബ്മർജ് ചെയ്ത് താഴേക്ക് കുറഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള കോസ്റ്റും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ഒരു സബ്മെർജ് കോസ്റ്റ് ആണ്. കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോസ്റ്റ് ആണ്. എന്നാൽ മലബാർ കോസ്റ്റ് ആണെങ്കിലോ ഒരു എമർജൻസി കോസ്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1853 ആണ്. 1853 ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഝാറിയാണ് കേട്ടോ. ഝാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അപ്പൊ കൽക്കരി പാടങ്ങളെ കുറിച്ച് അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഈ കൽക്കരിയെ കുറിച്ച് പറയുമ്പോൾ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കൽക്കരിയാണ്. കൽക്കരിയുടെ കുറച്ച് ടൈപ്പ് ഉണ്ട്. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ്,
പീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും പേര് തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? കൽക്കരിയുമായി ബന്ധപ്പെട്ട കൽക്കരിയുടെ ടൈപ്പുകളാണ് ആന്ത്രസൈറ്റും ബിറ്റുമിനസും ലിഗ്നൈറ്റും പീറ്റും ഒക്കെ. ഇനി ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ് ആണ്, അല്ലെങ്കിൽ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ് ആണ്. ഇത് ജാർഖണ്ഡിൽ തന്നെയാണ് ധൻബാദ്. ഇനി ഖനി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ് ആണ്. ധൻബാദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ഇനി കൽക്കരി നദി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ റൈൻ നദിയാണ്. ജർമ്മനിയിലെ റൈൻ നദിയാണ് കൽക്കരി നദി എന്നറിയപ്പെടുന്നത്. അതിലൂടെ കൽക്കരി ഒന്നും ഒഴുകുന്നില്ല. ഒരു ലാർജ് സ്കെയിലിൽ കൽക്കരി ആ റിവറിലൂടെ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോവാണ്. കപ്പലിലൂടെയൊക്കെ ധാരാളം കൽക്കരി അതുവഴി പാസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിനുവേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു നദി ആയതുകൊണ്ടാണ് അതിന്റെ കൽക്കരി നദി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ കൽക്കരി ഖനികളെ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. 200-ലധികം കൽക്കരി ഖനികളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഇനി ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചാരിയാണ്. ജാർഖണ്ഡിലെ ചാരിയാണ് ഏറ്റവും വലിയ കൽക്കരി പാടം. ഇനി ഏറ്റവും വലിയ രണ്ടാമത്തെ കൽക്കരി പാടം റാണിഗഞ്ച് ആണ്. അത് വെസ്റ്റ് ബംഗാളിലാണ്. ദാമോദർ നദിയുടെ റിവറിന്റെ അടുത്താണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരി പാടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റാണിഗഞ്ച് ആണ്. അപ്പൊ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ കൽക്കരി പാടങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ജാർഖണ്ഡ് ആണ്. എന്നാൽ ഏറ്റവും വലിയ കൽക്കരി പാടം അല്ലെങ്കിൽ വലിയ കൽക്കരി ഖനി ഏതാണ്? ജാർഖണ്ഡ് ആണ്. ജാരിയിലെ ജാർഖണ്ഡ് ആണ് ഏറ്റവും വലിയ ഖനി. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ഖനി റാണിഗഞ്ച് ആണ്. അത് വെസ്റ്റ് ബംഗാളിലാണ്. അത് ഏറ്റവും ഓൾഡസ്റ്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഏറ്റവും പഴക്കം ചെന്ന കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച് ആണ്. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡിൽ ജാരിയാണ്. ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡുമാണ്. ഇനി നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. രണ്ടാമത് അമേരിക്കയാണ്. മൂന്നാമതാണ് ഇന്ത്യ. ഇനി ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ജാർഖണ്ഡ് ആണ്. രണ്ടാമത് ഒഡീഷ, മൂന്നാമത് ഛത്തീസ്ഗഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഏത് ശാലയാണത് ജർമ്മൻ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടത്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. അപ്പൊ ഇരുമ്പുരുക്ക് ശാലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഏത് രാജ്യത്തിന്റെ സഹായമാണ് കിട്ടിയത്? ആദ്യം നിർമ്മിച്ചത് ഏതാണ്? പിന്നെ എന്താണ്? സൗത്ത് ഇന്ത്യയിൽ ആദ്യം നിർമ്മിച്ചത് ഏതാണ്? പ്രൈവറ്റ് സെക്ടറിൽ ആദ്യം നിർമ്മിച്ചത് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടിസ്കോ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ടിസ്കോ. അടുത്താണെങ്കിലോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതെവിടെയാണ്? ഹിരാപൂർ, വെസ്റ്റ് ബംഗാളിലാണ്, പശ്ചിമ ബംഗാളിലാണ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. അപ്പൊ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ ടാറ്റയുടേത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണെന്ന് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, വെസ്റ്റ് ബംഗാളിലാണ്. അടുത്ത വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് VISL എവിടെയാണ്? കർണാടകത്തിലാണ്. ഭദ്രാവതി റിവറിനടുത്താണ്. കർണാടകയിലാണ്. ഇതെന്താണ്? സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അടുത്ത ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, അതെവിടെയാണ്? ഭീലായിലാണ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണത്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ 1859 പ്രവർത്തനം ആരംഭിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, അതെവിടെയാണ്? ഒഡീഷയിലാണ്, സുന്ദർഗഡിലാണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആണെങ്കിലോ? ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. UK സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണിത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ആണെങ്കിലോ ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അപ്പൊ ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് UK സഹായത്തോടെ, റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണെങ്കിലോ ദുർഗിലാണ് റഷ്യയുടെ സഹായത്തോടെ.
വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണെങ്കിലോ കർണാടകയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആണെങ്കിലോ പശ്ചിമ ബംഗാളിലാണ്. പൊതുമേഖലയിലെ ആദ്യത്തേതാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആണെങ്കിലോ ജംഷഡ്പൂരിലാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. അടുത്ത ചോദ്യം നോക്കാം. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് നിർമ്മാണത്തിൽ ഏതാണ് 1-ാം സ്ഥാനത്തുള്ളത്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശാണ് കരിമ്പ് നിർമ്മാണത്തിൽ, കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഇനി മറ്റേതൊക്കെ സംഭവങ്ങളാണ് 1-ാം സ്ഥാനത്തുള്ളത് നോക്കാം. ടീ, തേയില. ടീ 1-ാം സ്ഥാനത്തുള്ളത് ആസാമാണ്. നമ്മള് പരസ്യത്തിൽ പറയൂല ആസാം ആപ്പിൾ വാലി ടീ അല്ലെ, ടീ എന്നല്ലേ പറയണം, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ടീ 1-ാം സ്ഥാനത്തുള്ളത് ആസാമാണ്. കോഫി ആണെങ്കിലോ കർണാടകയിലാണ്. കോഫി കർണാടകയിൽ. കോട്ടൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ. വീറ്റ്, ഗോതമ്പാണെങ്കിലോ UP-യിലാണ്. ഉത്തർപ്രദേശ്. സാൾട്ട്, ഉപ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഗുജറാത്താണ്. സിൽക്ക് ആണെങ്കിലോ കർണാടകയാണ് ഏറ്റവും കൂടുതൽ സിൽക്ക് ഉത്പാദിപ്പിക്കുന്നത്. ജൂട്ട് ആണെങ്കിലോ വെസ്റ്റ് ബംഗാളാണ് ജൂട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. ഷുഗർ, പഞ്ചസാരയാണെങ്കിലോ UP ആണ്. ഉത്തർപ്രദേശ്. ഇനി റബ്ബർ ആണെങ്കിലോ റബ്ബർ കേരളയാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. ടപ്യോക്ക, മർച്ചീനി തമിഴ്നാടാണ്. റൈസ്, അരി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, അപ്പൊ UP വീറ്റ്, ഗോതമ്പും ഷുഗറും ഒക്കെ, പിന്നെ ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ ഉള്ളതൊക്കെ UP-യിൽ നിന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാത ഒരെണ്ണേ ഉള്ളൂ. ദേശീയ ജലപാത 3 ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. 3 ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും എപ്പോഴും ചോദിക്കും അല്ലെ. ഓക്കെ, അതിങ്ങനെ ചോദിക്കും, ഏത് ദേശീയ ജലപാതയാണ് കേരളത്തിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പോകുന്ന ഏതാണ്, അല്ലെങ്കിൽ ദേശീയ ജലപാത 3 ഏത് മുതൽ ഏത് വരെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, 5 നാഷണൽ വാട്ടർ വേസ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? ഗംഗാ നദിയിൽ നിന്ന് അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. അപ്പൊ ഒന്നാമത്തത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നാഷണൽ വാട്ടർ വേ 1. 2 ആണെങ്കിലോ ബ്രഹ്മപുത്ര നദിയിൽ നിന്ന് ധൂബ്രി വരെ. ബ്രഹ്മപുത്ര നദിയിലെ സതിയ മുതൽ ധൂബ്രി വരെയാണ് രണ്ടാമത്തത്. മൂന്നാമത്തതാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഇനി നാലാമത്തതാണെങ്കിലോ ഗോദാവരി കൃഷ്ണ നദികളുമായി കൂടിച്ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. അഞ്ചാമത്തെ ആണെങ്കിലോ ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിലൂടെ ആ ഒരു കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ കൂടുതലായി നാഷണൽ വാട്ടർ വേസ് 3 നമ്മളെ കേരളത്തിലൂടെ പോകുന്ന തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലാത്തത് ചോദിച്ചാൽ അറിയാൻ പറ്റണം. അപ്പൊ 1 ഏതാണ്? അലഹബാദ് മുതൽ ഹാൽഡി വരെ. 2 സതി മുതൽ ധൂബ്രി വരെ. 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. 4 ആണെങ്കിലോ കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. 5 ബ്രഹ്മണി മുതൽ മഹാനദി വരെ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, അഫ്ഗാനിസ്ഥാൻ. ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇവിടെ നോക്കിയേ, ഇന്ത്യയുടെ നെയ്ബേഴ്സ് നോക്കാം നമുക്ക്. ഇന്ത്യയുടെ വെസ്റ്റ് പാർട്ടിൽ അല്ലെ, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് പാർട്ടിൽ ഇവിടെ പാകിസ്ഥാൻ വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ചൈന, ചൈനയുടെ ബോർഡർ ഉണ്ട്. നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മ്യാൻമാർ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ബംഗ്ലാദേശ് ഉണ്ട്. പിന്നെ എന്താണ്, സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്കയുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ആരാണ്? ബംഗ്ലാദേശ് ആണ് അല്ലെ. ഇത്രയും ഭാഗമുണ്ട്, ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. ഇനി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. കണ്ടോ, വലിയൊരു രാജ്യമാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമുക്ക് ശരിയായ ഒരു പ്രസ്താവനയാണ് വേണ്ടത്. നോക്കാം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. നമുക്കറിയാം ഹിമാലയത്തിന് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പിന്നെ എന്താണ് നോർത്ത് ഈസ്റ്റേൺ ഹിൽസ്, ഇങ്ങനെ 3ആയി തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ മലനിരയെന്ന് നമുക്കറിയാം. അപ്പൊ 1 ഇവിടെ ശരിയാണ്. നമുക്ക് ശരിയായിട്ടുള്ളതല്ലേ കണ്ടെത്തേണ്ടത്. 1 ശരിയാണ്.
അപ്പൊ ഒന്നുള്ളത് മാത്രം മതി അല്ലെ, ഒന്നില്ലാത്തതിനേക്ക് നമുക്ക് വെട്ടിക്കളയാം. അടുത്ത് നോക്കിയേ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, പക്ഷെ അത് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്, നേപ്പാളിലാണ്. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. ഇപ്പൊ രണ്ട് തെറ്റ്, രണ്ട് നമുക്ക് ആവശ്യമില്ല അല്ലെ. ഇപ്പൊ ആവശ്യമില്ലാത്തതുകൊണ്ട് രണ്ടുള്ള എല്ലാം വെട്ടിക്കളയാം. എല്ലാം ശരിയാണെങ്കിലും രണ്ടുണ്ട്. നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ സി. അടുത്ത സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അത് ശരിയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ ഈ മൂന്നാമത്തെ ആൻസർ നമുക്ക് അറിയില്ലെങ്കിൽ കൂടെ നമ്മളെ ആൻസറിലെത്തി. ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റും. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ സി. ഇവിടെ നോക്കി, ഹിമാലയ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ? ഹിമാചൽ പ്രദേശ്, സിക്കിം, ആസാം, വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ജാർഖണ്ഡ്, ലഡാക്ക്. ഇത്രയും സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും കൂടിയാണ് ഹിമാലയ നിൽക്കുന്നത്. ഇതില് ഹിമാദ്രിയാണ് ഏറ്റവും ഉയരമേറിയ ഹിമാലയത്തിന്റെ ഭാഗം. ഹിമാദ്രിയാണ്. ഇതിനെ ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയും. ഹിമാലയത്തിന്റെ നട്ടൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഹിമാദ്രിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ തുടങ്ങിയ മലനിരകളും കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഇപ്പൊ എക്സാമിന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. കാഞ്ചൻജംഗ, നംഗപർവ്വതം ഇതൊക്കെ ഏത് മലനിരകളിലാണ് കാണപ്പെടുന്നത്? ഹിമാദ്രിയിലാണ്. അതുപോലെ ഹിമാചൽ നോക്കിയാൽ ലെസർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. കാശ്മീർ, കുളു ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മസൂരി, ഡാർജിലിംഗ് ഒക്കെ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. എന്റെ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, എന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തും. നമുക്ക് ശരിയായതാണ് കാണേണ്ടത്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. നമ്മളിപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ അല്ലെ. അപ്പൊ ശരിയാണ്. ഇപ്പൊ 2 നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. 2 നമുക്ക് തീർച്ചയായിട്ടും വേണം. ഒന്ന് നമുക്കറിയാം, 7 രാജ്യങ്ങളുമായി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണല്ലോ. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ആ ബോർഡറിന്റെ പാർട്ടില് ഇവിടെ പാകിസ്ഥാൻ വരുന്നു, ഇവിടെ ചൈനയുടെ പാർട്ടി, ചെറിയ അതിർത്തി മാത്രമാണ് പങ്കിടുന്നത്. അതും ശരിയാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ് ഓപ്ഷൻ. അടുത്ത് നോക്കി, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. നമുക്ക് തെറ്റായ ഓപ്ഷൻ ഏതാണെന്നാണ് കാണേണ്ടത്. നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ തീരസമതലങ്ങൾ പറഞ്ഞു അല്ലെ. പടിഞ്ഞാറൻ തീരസമതലം ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ പശ്ചിമഘട്ടം ഉണ്ട്. ഇതിനിടയിലല്ലേ കാണപ്പെടുന്നത്. അപ്പൊ 1 ശരിയാണ്. ഓക്കെ, നമുക്ക് തെറ്റേതാണ് കാണേണ്ടത്. അപ്പൊ 1 ശരിയാണ്. ഇവിടെ നമുക്ക് 1 ഇവിടെ വേണ്ട അല്ലെ. അപ്പൊ 1 ഉള്ളതിനേക്ക് നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, അടുത്ത പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ് കോറമണ്ടൽ കോസ്റ്റ്. കോറോമണ്ടൽ തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ്, അത് ഈസ്റ്റ് ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് 2 വേണം. ഇവിടെ 2 ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടി ഇവിടെ ബി. അടുത്ത സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അത് ശരിയാണ്. ഓക്കെ, നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ബി മാത്രം, 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. നോക്കാം. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതായത് തെറ്റായതാണ് നമുക്കിവിടെ കാണേണ്ടത്. തെറ്റായത് ഏതാണെന്ന് നോക്കാം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അത് ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയല്ലാത്തതല്ലേ കാണേണ്ടത്, തെറ്റായിട്ടുള്ളേ കാണേണ്ടത്. അപ്പൊ 1 നമുക്കിവിടെ വേണ്ട. അപ്പൊ 1 ഓപ്ഷനേക്ക് വെട്ടിക്കളയാം. അടുത്ത്, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. അത് തെറ്റല്ലേ. അഗസ്ത്യകൂടം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമല്ല, തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അത് ശരിയാണ്. സമുദ്രനിരപ്പിനോട്
അത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. അത് ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? 2 മാത്രമാണ്. ഓപ്ഷൻ ബി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കാണേണ്ടത്. നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ് അല്ലെ? അപ്പൊ ഒന്ന് ശരിയാണ്, ഒന്ന് നമുക്ക് വേണം അല്ലെ? നമുക്ക് ശരിയായതല്ലേ കാണേണ്ടത്. ഇവിടെ നോക്കി, ഒന്നുള്ളത് എയിൽ മാത്രമാണ്. ഇനി അങ്ങോട്ടൊന്നും നോക്കേണ്ട, ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഒന്ന് വേറെ ഒന്നിലും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ ചെറിയൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടെ നോക്കാം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇതൊക്കെ തെറ്റാണ്. സോറി, മൂന്നാമത്തെ ശരിയാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ 1ഉം 3ഉം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് നോക്കിയേ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക അല്ലെ? തെറ്റായിട്ടുള്ളതാണ് കാണേണ്ടത്. നോക്കാം. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണോ? തെറ്റാണ് അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ളതല്ലേ കാണേണ്ടത്. 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് നോക്കിയേ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളതാണ് കാണേണ്ടത്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണോ താമരശ്ശേരി ചുരം? കൊല്ലം ഭാഗത്തുള്ള ചുരം അല്ല അല്ലെ? അപ്പൊ അത് തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ളതല്ലേ കാണേണ്ടത്. നമുക്കപ്പോ ഒന്ന് വേണ്ട. ഒന്ന് നോക്കിയേ, ഒന്ന് വേണ്ട. അപ്പൊ ഒന്നുള്ള എല്ലാത്തിനെയും അങ്ങ് വെട്ടിക്കളിക്കുക. എയിലൊന്നുണ്ട്, സിയിലൊന്നുണ്ട്, ഡി എല്ലാം ശരിയാണെങ്കിൽ ഒന്നുണ്ട്. ഇനി ബാക്കി നോക്കേണ്ട ആവശ്യം ഉണ്ടോ? ആക്ച്വലി ഇല്ല അല്ലേ? നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി. നമുക്ക് ഇങ്ങനെ ചെറിയൊരു അറിവുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് വരാം. നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ കിട്ടി. അടുത്ത് നോക്കിയേ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ഓക്കെ, വയനാട് ചുരമാണെങ്കിലും അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരിയാണ്. 2, 3 നമുക്ക് ആൻസർ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് ഈ ചുരങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പാലക്കാട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരമാണെങ്കിലോ കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കോഴിക്കോട്, മൈസൂർ. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരമാണെങ്കിലോ മാനന്തവാടിയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരമാണെങ്കിൽ കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാൽ ചുരമാണെങ്കിൽ വയനാടും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നു. ബോഡി നായ്ക്കർ ചുരം ഇടുക്കിയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആലുവാമഴി ചുരം കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരമാണ്. തിരുവനന്തപുരത്തിനെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരമാണെങ്കിലോ നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രമാണ് കണ്ടെത്തേണ്ടത്. നീണ്ടകര തിരുവനന്തപുരമാണോ? കൊല്ലം അല്ലേ? അത് തെറ്റാണ്. അഴീക്കൽ കണ്ണൂർ എന്നുള്ളത് ശരിയാണ്. പൊന്നാനി മലപ്പുറം ശരിയാണ്. കായംകുളം എറണാകുളം അല്ല, തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 2, 3 മാത്രം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കാണേണ്ടത്. കേരളത്തിലെ വൈദ്യുത ഉത്പാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. നമുക്കറിയാം, നമ്മൾ ജലത്തിൽ നിന്നാണ് കേരളം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. കാരണം നമുക്ക് നമ്മളെ റിവേഴ്സ് ഒക്കെ വറ്റി അല്ലെ, ഡ്രൈ ആയി വരുന്ന സമയങ്ങളിൽ ആണ് നമ്മൾ എന്താണ് പവർ കട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. നമുക്ക് അതുകൊണ്ട് അറിയാം ജലസ്രോതസ്സാണ് കേരളത്തിലെ വൈദ്യുതി ഉത്പാദനത്തിന്റെ പ്രധാന സോഴ്സ് എന്ന് നമുക്കറിയാം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമുക്ക് ശരിയായിട്ടല്ലേ ഉള്ളതല്ലേ കാണേണ്ടത്. അപ്പൊ ഒന്ന് നമുക്ക് വേണം അല്ലെ? ഒന്നില്ലാത്തതിനേക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓപ്ഷൻ ബിയിൽ മാത്രം ഒന്നില്ല. അടുത്ത, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ 2 നമുക്ക് വേണം അല്ലെ? 2 ഇല്ലാത്തതിനൊക്കെ വെട്ടിക്കളയാം. ഇത് എവിടെ പോയി? അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. അതും ശരിയാണ്. അപ്പൊ ഇവിടെ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത് നോക്കിയേ.
കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇതിൽ ശരിയായി യോജിച്ചതാണ് കരിമ്പുഴ, അത് മലപ്പുറത്താണ്. കരിമ്പുഴ ശരിയാണ്. ചിമ്മിനി പാലക്കാട് അല്ലല്ലോ, ചെന്തുരുണി കൊല്ലമാണ്. പിന്നെ ചൂലന്നൂർ തൃശ്ശൂർ അല്ല അല്ലെ, അതും തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ഓക്കെ, 1ഉം 3ഉം ആകുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കി, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് കാണേണ്ടത്. നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഗവാലം കുരങ്ങുകളെ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. എല്ലാവർക്കും കോമൺ ആയി അറിയാന്നുള്ള കാര്യമാണ് അല്ലെ. 2 ഇവിടെ ശരിയാണ്. നമുക്ക് 1ഉം 2ഉം വേണ്ട അല്ലെ. അപ്പൊ 1 നമുക്കറിയാം, സിംഗവാലം കുരങ്ങുകളെ കാണപ്പെടുന്നു. ഓക്കെ, അത് 1 ശരിയാണ്. നമുക്ക് തെറ്റായതല്ലേ കാണേണ്ടത്. അപ്പൊ 1 നമുക്ക് വേണ്ട. 1ഉള്ള എല്ലാത്തിനെയും വെട്ടിക്കളഞ്ഞു. ഡിയിൽ 1ഉണ്ട്. ഇനി ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. അത് ശരിയല്ലേ. അപ്പൊ 2 ശരിയാണ്, പക്ഷെ 2 നമുക്ക് വേണ്ട. അപ്പൊ 2ഉള്ള ഓപ്ഷനും കഴിഞ്ഞപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടി. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലാണെന്നുള്ളത് തെറ്റാണ്. പിന്നെ എവിടെയാണ്? പാലക്കാടാണ് അല്ലെ, പാലക്കാട്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ? മഹാനദിയുടെയാണ് കേട്ടോ. മഹാനദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്ന ഏത്? റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്ന ഏതാണ്? ബാർലിയും പയറുവർഗ്ഗങ്ങളുമാണ്. ഓക്കെ, റാബി വിളയ. അപ്പൊ ഹാരിഫ് റാബി വിളകളെ കുറിച്ച് നമുക്ക് ഒരു ഷോർട്ട് കട്ട് നോക്കാം. അപ്പൊ ഹാരിഫ് വിളയാണ് മൺസൂൺ വിള അല്ലെങ്കിൽ മഴക്കാല വിള എന്നൊക്കെ പറയുന്ന ഹാരിഫ് വിള. ഹാരിഫ് വിളക്ക് കാര്യമായ മഴ കിട്ടുന്ന വിളകളാണ് എന്ത്? ഹാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്കറിയാം, നമ്മളെ മൺസൂൺ കാലഘട്ടമാണ് അല്ലെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് കൃഷി ചെയ്യുന്നതാണ് ഹാരിഫ് വിളകൾ. ഇനി ഹാരിഫ് വിളകളില് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, കുറച്ച് ഐറ്റം തന്നിട്ട് ഇതിൽ ഹാരിഫ് വിള ആയത് ഏത്, അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ മാസങ്ങൾ ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഹാരിഫ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എന്റെ കോഡല്ല, ഞാൻ വേറെ കണ്ടൊരു കോഡാണ്. അപ്പൊ പനിച്ച എനക്ക് സോയമതി എന്നുള്ളൊരു കോഡ് പഠിച്ച ഹാരിഫ് വിളകളൊക്കെ കിട്ടും. എന്താണ് പനിച്ച എനക്ക് സോയമതി? അപ്പൊ പനിച്ചയിലെ പരുത്തി, നീ എന്ത് വരും? നിലക്കടല. ഇനി ച 2 ച ഇല്ലേ, അതിൽ ഇച്ചയായത്. അപ്പൊ ചണം, ചോളം. ഇനി എനക്കിലെ എള്ള്. ഇനി ന എന്ത് വരും? നെല്ല്, നെല്ല്. കായാണെങ്കിലോ കരിമ്പ്, സോയാബീൻ. പിന്നെ മഞ്ഞളുണ്ട്. മതിയിലെ താത്തി എന്ത് വരും? തിനവിളകൾ. ഇത്രയൊന്നും പനിച്ച എനക്ക് സോയം. 2 പ്രാവശ്യം ഒന്ന് ഈ കോഡ് വെച്ച് അതിന്റെ ആൻസറും കൂടെ എഴുതി നോക്കിയാൽ കിട്ടും. ഇനി ഈ ഹാരിഫ് വിളയിൽ വരാത്തതെല്ലാം റാബിയിലാണ് വരുന്നത്. പക്ഷെ എക്സെപ്റ്റ് എന്താണ്? പഴങ്ങളും പച്ചക്കറികളും ഒഴിച്ച്. നമുക്ക് കുറച്ച് 1-2 മാസങ്ങൾ കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പഴങ്ങളും പച്ചക്കറികളും. ഇത് ഹാരിഫിന് റാബിക്കും ഇടയിലായി ഒരു ഇടക്കാല കൃഷിയായിട്ടാണ് സെയ്ത് വിളകൾ മാർച്ചിനും ജൂണിനും ഇടയ്ക്ക് കൃഷി ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടറിയാം. പച്ചക്കറികൾ, പഴങ്ങൾ, വെള്ളരിക്ക, തണ്ണിമത്തൻ, പംകിനൊക്കെ നമുക്ക് സെയ്ത് വിളയാണെന്ന് അറിയാം. അപ്പൊ ഹാരിഫ് പഠിച്ചു വെച്ചാൽ ഹാരിഫിൽ വരാത്തതൊക്കെ റാബിയിൽ ഉൾപ്പെടുന്നതാണ്. റാബി വിളകൾ നവംബർ മുതൽ മാർച്ച് വരെ ഉള്ള കാലഘട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അതിനൊരു കോഡുണ്ട്, ഗോപബാലിക പുകവലിക്കും എന്നുള്ളൊരു കോഡ്. ഇതും എന്റെ കോഡല്ല കേട്ടോ, കോപ്പി അടിച്ച കോഡാണ്. അപ്പൊ ഗോപബാലികയിലെ ഗോതമ്പ്, എന്താണ്? പയർ. അടുത്ത് ബാലികയിലെ ബാർലി. ഇനി പുകയിലെ ഓക്കെ, ബാലികയിലെ കായാണ് കടുക്. ഇനി പുകയില. പുകവലിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഗോപബാലിക പുകവലിക്കും. എന്തായാലും നിങ്ങൾ പനിച്ച എനക്ക് സോയമതി പഠിച്ചു വെച്ച് ഇതിന്റെ ആൻസേഴ്സും പഠിച്ചു വെച്ചാല് നമുക്ക് സെയ്ത് വിള കണ്ടാൽ അറിയാം. ബാക്കിയൊക്കെ റാബിയിലുള്ളതാണെന്ന് ഓർത്താൽ മതി. അടുത്ത് നോക്കുക. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത്. അടുത്ത് നോക്കിയേ. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനാണ് കാരണമായത്? തിപായ്മുഖ് ഡാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിനാണ് കാരണമായത്. അടുത്ത ചോദ്യം നോക്കിയേ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന
രൂപവൽക്കരണ സഹായി ഏതാണ്? ഭൂഗർഭ ജലമാണ് കേട്ടോ. ഭൂഗർഭ ജലമാണ് സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. അടുത്ത് നോക്കിയേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ്. കാനഡയിലാണ് ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അടുത്ത് നോക്കിയേ, കടുപ്പം കുറഞ്ഞ ധാതു ഏത്? കടുപ്പം കുറഞ്ഞ ധാതു ഏത്? ടാൽക്കാണ്. ടാൽക്കാണ് കടുപ്പം കുറഞ്ഞ ധാതു. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ എന്ത് പറയും? ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ് കേട്ടോ. സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ പറയുന്നത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ്. അടുത്ത്, മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മൺസൂൺ കാലത്തിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടു, കർണാടകയിലും കേരള തീരത്തും ഒക്കെ കൂടെ വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ എന്ന് പറഞ്ഞു. അപ്പൊ മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന മഴ ഏതാണ്? മാംഗോ ഷവർ ആണ്. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരങ്ങൾ ഏതാണ്? ഏത് ചുരമാണ്? ലിപു ലേക്ക് ചുരമാണ് കേട്ടോ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഈ ചുരങ്ങൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ചുരങ്ങൾ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഓക്കെ, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം. സോജില ചുരമാണെങ്കിലോ ശ്രീനഗറിനെയും കാർഗിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഷിപ്കില ചുരമാണെങ്കിലോ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപു ലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബനിഹൽ ചുരമാണെങ്കിലോ ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താൽഘട്ട്, ബോർഘട്ട്, പാൽഘട്ട് അല്ലെ താൽഘട്ട് നാസിക്കിനെയും മുംബൈയും തമ്മിൽ ബന്ധിക്കുന്നു. ബോർഘട്ട് ചുരം മുംബൈ പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാൽഘട്ട് ആണെങ്കിലോ തമിഴ്നാടിനെയും കേരളത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാൽഘട്ട്. അതാണ് നമ്മൾ പാലക്കാട് എന്ന് പറയുന്നത് പാൽഘട്ട് ചുരം. ഓക്കെ, ഇത്രയാണ് അപ്പൊ പ്രധാനപ്പെട്ട ചുരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഹിമാലയൻ നദികളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അത് പെരിണിയലാണ്, കാരണം അത് സീസണൽ അല്ല, എപ്പോഴും നിറഞ്ഞൊഴുകുന്നവയാണ് അല്ലെ. അപ്പോൾ അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം ശരിയാണ്. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമുണ്ട്. കഠിനശിലകൾ ആയതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് തെറ്റാണ്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുള്ളൂ ശരിയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം, ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഒന്ന് പറഞ്ഞു അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം, 4 നോക്കിയേ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം. ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? 1ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 1 വരികയാണെങ്കിൽ ഒരിക്കലും 4 വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ശരി എന്നുള്ള ഓപ്ഷനൊന്നും വരാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ആൻസർ ഒന്നും അറിയില്ലെങ്കിൽ കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, 1ഉം 4ഉം ഒരിക്കലും വരില്ല. 1 ശരിയായതുകൊണ്ട് 4 തീർച്ചയായും തെറ്റാവണ്ടേ. അപ്പൊ നമുക്കിവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? മില്യൺ ഷീറ്റുകളുടെ തോത് 1:10 lakh എന്നുള്ള ഓപ്ഷൻ ഡി ആണ് മില്യൺ ഷീറ്റുകളുടെ തോത്. അടുത്ത ചോദ്യം നോക്കാം. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നമ്മൾ കണ്ടു ജൂൺ മുതൽ ഒക്ടോബർ വരെ ഏതാണ്? ഖാരിഫ്, കാര്യമായ മഴ ലഭിക്കുന്ന കാലത്തുള്ള നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ റാബി ആണെങ്കിലോ നവംബർ മുതലാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. നവംബർ മുതൽ മാർച്ച് വരെയാണ്. പിന്നെ മാർച്ച് മുതൽ മെയ് വരെ സെയ്താണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? റാബിയാണ് അല്ലെ. നമ്മൾ റാബി കണ്ടതാണ്. റാബി വിളകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ ഓപ്ഷൻ നമ്മൾ കണ്ടു അല്ലെ. ഖാരിഫ് വിളകളുടെ കോഡ് നമ്മൾ കണ്ടു. പനിച്ച ഇനക്ക് സോയ മതി, അത് നമ്മൾ നോക്കിയാൽ കിട്ടും അല്ലെ. അതുപോലെ റാബിയുടെ ഒക്കെ കോഡ് നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആവാൻ കൂട്ടിച്ചേർത്തത് ഏത് വില്ലേജ് ആണ്? ഓപ്ഷൻ സി ആണ്, ഇടമലക്കുടിയാണ് കേട്ടോ. ഇടമലക്കുടി. അപ്പൊ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗണ്ഡാണ്. കണ്ടോ? ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്.
ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ബിയും സിയും ശരിയാണ്. അതെങ്ങനെ ശരിയാവും? ഏറ്റവും വലുത് സുന്ദർഖണ്ഡുമാണ്, ഏറ്റവും വലിയത് മുംബൈ ഹൈയുമാണ്. അപ്പൊ ബിയും സിയും ശരിയാവും. രണ്ടെണ്ണത്തിന് ഒരേ സമയം ഏറ്റവും വലുതാവാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി തെറ്റാണ് അല്ലെ. നമ്മൾ കൽക്കരിയുടെ കാര്യമാണ് നമ്മള് ജാർഖണ്ഡിലെ ഝാരി എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും തെറ്റാണ്. അപ്പൊ പിന്നെ ഇവിടെ ഏതാണ് ശരി? മുംബൈ ഹൈ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. നമ്മൾ പറഞ്ഞല്ലേ ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത് ഇവിടെ ഏതാണ്? പാലക്കാടിലും ഇടുക്കിയിലുമാണ് കേട്ടോ. പാലക്കാടും ഇടുക്കിയിലുമാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല എന്ന് പറയുന്നത്. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഇപ്പൊ സമുദ്രമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ, അതേ സമുദ്ര അതിർത്തിയോ കരാതിർത്തിയോ ഒന്നും ഇല്ലാത്ത സംസ്ഥാനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, സമുദ്രം ഇല്ലാത്ത ജില്ലകൾ പഠിക്കാനുള്ള കോഡ്, ഇത് എന്റെ കോഡല്ല, കോപ്പി അടിച്ച കോഡാണ് കേട്ടോ. ഈ PP വാങ്ങാൻ കൊള്ളാം എന്നൊരു കോഡ്. അതിൽ ഈ ഇടുക്കി, PP 2 P ഉണ്ട്, പാലക്കാട്, പത്തനംതിട്ട, വാങ്ങാന്റെ വയനാട്, കൊള്ളാത്തിന്റെ കോട്ടയം. ഓക്കെ, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. നോക്കിയപ്പോൾ നല്ല കോഡായിരുന്നു. ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, വയനാട്, കോട്ടയം, ഇത്രയാണ് നമുക്ക് എന്താണ് സമുദ്ര അതിർത്തി ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സമുദ്രമോ മറ്റു ജില്ലകളുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ സമുദ്രവുമായിട്ടോ അതിർത്തി പങ്കിടാത്തത് ഇതിലേതാണ്? കോട്ടയമാണ് അല്ലെ. ബാക്കി ഇപ്പൊ പാലക്കാട്, വയനാടൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെ. ഇവിടെ മറ്റു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നില്ല. പിന്നെ സമുദ്രവുമായി അതിർത്തി പങ്കിടാത്തത് കോട്ടയമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്കറിയാം, ജോൺ ജോസഫ് മർഫിയൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ് അല്ലെ. കൊല്ലത്താണ്. ശാസ്താംകോട്ട തടാകമാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? എനിക്ക് വയ്യ അല്ലെ. നാഷണൽ വാട്ടർവേസ് 3. ഇത് 2024 ചോദിച്ച മാത്രം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 109 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. 2024 ജാനുവരി മുതൽ, ഈ 2024 ജാനുവരി മുതൽ ജൂലൈ വരെ ചോദിച്ചു. ജൂലൈ, അതായത് നമ്മുടെ ഓഗസ്റ്റിലെ ഇപ്പൊ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇത്രയും മാസത്തെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ്. 109ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ നാഷണൽ വാട്ടർവേ 3യെ കുറിച്ച് എത്ര തവണ ചോദിച്ചു അല്ലെ. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് അല്ലെ. ഉത്തരായന രേഖ നമുക്കറിയാം, നമ്മൾ ഭൂമിയെ ഇക്വേറ്റർ എന്നും പിന്നെ 23.5 ഡിഗ്രി നോർത്തിലും 23.5 ഡിഗ്രി സൗത്തിലും ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും ഈ ഭാഗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും ഇങ്ങനെ തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിലൂടെയാണ് ഇന്ത്യ ഇത് രണ്ടായി തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും എന്ന് പറയും. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതാണ്? ഉത്തരായന രേഖയാണ്. അടുത്ത ചോദ്യം നോക്കാം. സിംഗവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി. നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് വേറൊരു പോയിന്റ് വെച്ച് ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. സൈലന്റ് വാലിയെ കുറിച്ച്, സിംഗവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്നു എന്ന് കണ്ടു. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ വലുത് ശബരിഗിരിയാണ് കേട്ടോ. ശബരിഗിരിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി. അടുത്ത, ഏത് രാജ്യവുമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? കര അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് ആണ്. നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ. അപ്പൊ നമ്മളിത് പറഞ്ഞതാണ്. അപ്പൊ കര അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏതാണ്?
ബംഗ്ലാദേശാണ്. എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അതും ചോദിച്ചു അല്ലെ ഈ വർഷം തന്നെ. അടുത്ത ചോദ്യം നോക്കാം. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമ്മൾ മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിക്കും. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന് പറയും. പെഡോളജി. ഡിസംബർ 5 നമ്മൾ മണ്ണ് ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 5. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ എന്ത് പറയും? ലാറ്ററൈറ്റ് സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണെന്ന് പറയും. സോറി, ചെങ്കൽ മണ്ണെന്ന് പറയും. ചെങ്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ്. ലാൻഡ് സ്ലൈഡിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ചെങ്കൽ മണ്ണ്. അതുപോലെ തന്നെ ലീച്ചിങ്ങിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ ചെങ്കൽ മണ്ണാണ്. ലാറ്ററൈറ്റ് സോയിലാണ്. ഇനി എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയില് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ്. ഇനി ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ? മഹാരാഷ്ട്രയിലാണ് കേട്ടോ ബ്ലാക്ക് സോയിൽ. ഇനി മൗണ്ടൻ സോയിലിനെ തന്നെയാണ് ഫോറസ്റ്റ് സോയിൽ എന്ന് അറിയപ്പെടുന്നത്. ഇത് ഡെൻസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ നിബിഡ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിലാണ് മൗണ്ടൻ സോയിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. തേയില, കാപ്പി ഇവയുടെ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായത് ഈ ഫോറസ്റ്റ് സോയിലാണ്. ജൈവാംശം ഏറ്റവും കൂടുതൽ ഉള്ള സോയിലാണ് ഫോറസ്റ്റ് സോയിൽ. ഇനി ഡെസേർട്ട് സോയിൽ നമുക്കറിയാം, മരുഭൂമിയിലെ സോയിൽ. ജൈവാംശം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന സോയിലാണ് ഡെസേർട്ട് സോയിൽ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് അല്ലെ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും. ഇന്ത്യ ഇവിടെ വരുന്നു, ശ്രീലങ്ക ഈ ഭാഗത്ത് അല്ലെ. ഇതിനിടയിൽ വരുന്ന കടലിടുക്ക് എന്താ പറയും? പാക് കടലിടുക്കാണ്. ഓപ്ഷൻ എ ആണ്. പാക് കടലിടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ വരുന്നത്. ഇതുപോലെ തന്നെ കുറെ കടലിടുക്കുകളുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ നോക്കിയേ, സുന്ദ സ്ട്രൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാക് സ്ട്രൈറ്റ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് സ്ട്രൈറ്റ്. സുന്ദ സ്ട്രൈറ്റ് ആണെങ്കിലോ ജാവ, സുമാത്ര ഇത് രണ്ട് ദ്വീപുകളാണ്, ഐലൻഡ്സ് ആണ്. ജാവയ്ക്കും സുമാത്ര ഐലൻഡ്സിനും ഇടയിൽ കാണപ്പെടുന്ന സ്ട്രൈറ്റ് ആണ് സുന്ദ സ്ട്രൈറ്റ്. ഇനി ഹോർമസ് സ്ട്രൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഹോർമൂസ് സ്ട്രൈറ്റ് ആണെങ്കിലോ പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയ്ക്ക് കാണപ്പെടുന്നതാണ് ഹോർമൂസ് സ്ട്രൈറ്റ്. ഇനി ഫ്ലോറിഡ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഫ്ലോറിഡ കടലിടുക്ക്. സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ കടലിടുക്ക് എന്നാണ് അർത്ഥം. കടലിടുക്ക്. ഫ്ലോറിഡ സ്ട്രൈറ്റ് ആണെങ്കിലോ ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്കും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിൽ കാണപ്പെടുന്നതാണ് ഫ്ലോറിഡ സ്ട്രൈറ്റ്. കൊറിയ സ്ട്രൈറ്റ് അല്ലെങ്കിൽ കൊറിയ കടലിടുക്ക് സൗത്ത് കൊറിയയ്ക്കും ജപ്പാനും ഇടയിൽ കാണപ്പെടുന്നതാണ് പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലിടുക്ക്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കാണപ്പെടുന്നതാണ്. ഇനി ഡേവിസ് സ്ട്രൈറ്റ് ഗ്രീൻലാൻഡിനും കാനഡയ്ക്കും ഇടയിൽ കാണപ്പെടുന്നു. മെഗല്ലൻ സ്ട്രൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മറ്റതൊക്കെ രണ്ട് രാജ്യത്തിനും ഒരു രാജ്യത്തിനും ഒരു ഓഷ്യൻ ഇടയിലായിരിക്കും കാണപ്പെടുന്നത്. പക്ഷെ ഇത് പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിൽ കാണപ്പെടുന്നതാണ് മഗല്ലൻ സ്ട്രൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഇതിൽ ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? കൃഷ്ണയാണ് അല്ലെ. കൃഷ്ണയാണ് ഇതിൽ ഹിമാലയൻ നദി അല്ലാത്തത്. ഇപ്പൊ നമുക്കറിയാം ഹിമാലയൻ നദി എന്ന് പറയുമ്പോ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലെ. ഈ റിവേഴ്സും ഇവയുടെ ട്രിബ്യൂട്ടറീസും ഒക്കെ ആയിരിക്കും. അതല്ലാതെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, തപ്തി ഒക്കെ ഹിമാലയൻ നദി അല്ലാത്തതാണ്. അപ്പൊ അതിൽ ഉൾപ്പെടുന്നതല്ലേ കൃഷ്ണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏത്? വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. അടുത്ത നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായലിലാണ് അല്ലെ. പുന്നമട കായലിലാണ്. ഇനി ബോട്ട് റേസസ് വള്ളംകളികൾ, കുറെ വള്ളംകളികളും കുറെ റിവേഴ്സും ഉണ്ട് അല്ലെ.
അയ്യങ്കാളി വള്ളംകളി. അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് ഏത് റിവറിലാണ്? വെള്ളായണി കായലിലാണ് കേട്ടോ, വെള്ളായണി കായലിലാണ്. അതുപോലെ തന്നെ കുമരകം ബോട്ട് റേസ് നടക്കുന്നത് വേമ്പനാട് കായലിലാണ്. അതുപോലെ ആറന്മുള വള്ളംകളി അത് പമ്പ റിവറിലാണ്. രാജീവ് ഗാന്ധി ബോട്ട് റേസ് അതും പമ്പ നദിയിലാണ്. ഇനി നെഹ്റു ട്രോഫി വള്ളംകളി നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പുന്നമട കായലിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മദർ തെരേസ ബോട്ട് റേസ്, മദർ തെരേസ വള്ളംകളി അച്ചൻകോവിലാണ് നടക്കുന്നത്. ഇനി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഏതാണ്? അഷ്ടമുടി കായലിലാണ് കേട്ടോ. ഇനി കായംകുളം വള്ളംകളി കായംകുളത്താണ്. അതുപോലെ ഇനി ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് ആണെങ്കിലോ വേമ്പനാട്ട് കായലിലാണ്. ഇനി കുഞ്ഞാലി മരക്കാർ ബോട്ട് റേസ് ആണെങ്കിലോ ചാലിയാർ പുഴയിലാണ്. ചാലിയാർ പുഴയിൽ. ഇതിൽ കൂടുതലും ചോദിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധി വള്ളംകളി വേമ്പനാട്ട് കായലിൽ ഓർത്തിരിക്കുക. മദർ തെരേസ വള്ളംകളി അച്ചൻകോവിൽ, നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നോക്കി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏത്? ഏലം കൃഷിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ളതാണ് എന്തായാലും നീർവാഴ്ചയുള്ള മണ്ണ് വേണമെന്നുള്ളതാണ്. ഓക്കെ, ഏലം കൃഷിക്ക് നീർവാഴ്ചയുള്ള മണ്ണ് വേണമെന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അറബിക്കടൽ അല്ലെ, അറേബ്യൻ സീയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇതില്? ആന്ധ്രാപ്രദേശ് അല്ലെ. ആന്ധ്രാപ്രദേശ് അറേബ്യൻ സീയുമായി അതിർത്തി പങ്കിടുന്നതാണോ? ഗോവ എവിടെയുണ്ട്? മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇതൊക്കെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്നതാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. നമുക്ക് എപ്പോഴും പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ചോദ്യം, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതി ഏതാണ്? ഫെർട്ടിഗേഷൻ ആണ് കേട്ടോ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അടുത്ത ചോദ്യം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത് എന്താണ്? മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നാണ് കേട്ടോ. വടക്ക് കിഴക്കൻ. മറ്റതാണെങ്കിലും തെക്ക് പടിഞ്ഞാറൻ അല്ലേ. മൺസൂൺ കാലം അഡ്വാൻസിങ് മൺസൂൺ എന്ന് പറയും അതിനെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. തിരിച്ചു വരുന്നതാണെങ്കിലോ റിട്രീവിംഗ് മൺസൂൺ എന്ന് പറയും. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതാന്ന് നോക്കിയേ. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണോ? രണ്ടാമത്തെ നീളമുള്ളയാണ് അല്ലെ. അപ്പം ഏറ്റവും നീളമുള്ളത് എന്നുള്ളത് തെറ്റാണ്. ഭാരതപ്പുഴ ആനമുലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ശരിയാണ്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതൊക്കെ ശരിയാണ്. അപ്പം ശരിയല്ലാത്തത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. അടുത്ത ചോദ്യം, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ. സ്റ്റീരിയോസ്കോപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? താപീയ മധ്യരേഖയാണ് കേട്ടോ. താപീയ മധ്യരേഖ. അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? നമ്മൾ ചുരങ്ങളെ കുറിച്ച് കണ്ടതാണ്. ലിപു ലേക്ക് ചുരമാണ് കേട്ടോ. കണ്ടോ, ഈ വർഷത്തില് ഇത്രയും മാസങ്ങൾക്കിടയിൽ എത്ര പ്രാവശ്യം ചോദിച്ചു എന്ന് കണ്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ. അടുത്ത ചോദ്യം, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5 ആണ് അല്ലെ. 5ാമത്തതാണ്. ഇത് നമ്മൾ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ദുധ്വായാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ദുധ്വായാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓപ്ഷൻ സി ആണ്. സോർസൺ ആണ്. സോർസൺ. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലെ.
ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. രണ്ടാമത്തേത് ഭാരതപ്പുഴയാണ്. അടുത്ത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമുദ്രമാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലുത് ശാസ്താംകോട്ടയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? കടൽ തീരമുള്ള ജില്ലകൾ 9 എണ്ണമാണ്. ഇല്ലാത്തതിന്റെ കോഡ് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ത്രികോണത്തിന്റെ ആകൃതിയിലൊക്കെ കാണപ്പെടുന്ന ഡക്കാൻ പീഠഭൂമിയാണ്. അടുത്ത പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളത് ഏതാണ്? തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ് ആണ് അല്ലെ? ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? കണ്ടോ, റിപ്പീറ്റ് ചെയ്തു അല്ലെ? പുന്നമട കായലിലാണ്. ഓപ്ഷൻ സി, പുന്നമട കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ വള്ളംകളികൾ എവിടെയൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ആണ്. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. അടുത്ത് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സൈലന്റ് വാലി. സൈലന്റ് വാലിയെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻ ആയില്ലേ നമ്മളിപ്പോ തന്നെ. ഓക്കെ, സൈലന്റ് വാലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? മേഘാലയാണ് കേട്ടോ. മേഘാലയയിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിലെ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണ്? ആദ്യത്തെ 2 ഗ്രഹങ്ങൾ ഏതാണ്? ബുധനും ശുക്രനും ആണല്ലോ, 1ഉം 4ഉം. ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ആൻസർ. അടുത്ത്, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവ മണ്ഡലം ഏതാണ്? അതിന്റെ പ്രഭവ മണ്ഡലം അസ്തനോസ്ഫിയർ ആണ് അല്ലെ? എർത്തിന്റെ ആ ലെയർ നോക്കുമ്പോൾ ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ ഉണ്ട്. മാന്റിന്റെ മുകളിൽ അസ്തനോസ്ഫിയർ. ഇവിടെയാണ് ലാവ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ ലാവ ബഹിർഗമിക്കുന്നത്. അപ്പൊ അസ്തനോസ്ഫിയർ ആണ് അതിന്റെ പ്രഭവ മണ്ഡലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഭൂമിയുടെ പുറത്ത് ഫസ്റ്റ് കാണുന്ന ടോപ്പിൽ കാണുന്ന ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ കാണുന്നത് സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ കാണുന്ന ലെയർ ആണ് എന്ത്? മീസോസ്ഫിയർ. ഓക്കെ, അപ്പൊ മീസോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. അത് ശരിയാണ്. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി വർത്തിക്കുന്നത് ഓസോൺ പാളിയാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 2 തെറ്റാണ് അല്ലെ? 2 എല്ലാത്തിനെയും വെട്ടിക്കളയാതെ ഇവിടെ 2 ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ 2 ഉണ്ട്. അടുത്ത്, ഭൂമിയിലെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. ജൈവ പ്രവർത്തനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവനുള്ളവയാണല്ലേ ജൈവം. ഇവിടെ ആയിരിക്കും ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. തെറ്റാണ്. ഓക്കെ, 3 തെറ്റാണ്. അപ്പൊ 3 ഉള്ളവയൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മുടെ ആൻസർ കിട്ടിയ ഓപ്ഷൻ എ. ഭൂമിയിൽ നിന്ന് വായിക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ അയക്കുന്നത് ഈ പാളിയാണ്. അപ്പൊ 1ഉം 4ഉം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാരക്കോറം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഏത് ഹിമാലയത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്? കാശ്മീർ ഹിമാലയമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ മുന്നേ കണ്ടതാണ്. അടുത്ത ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പിയാണ് കേട്ടോ. അറബിക്ക, റോബസ്റ്റ എന്നൊക്കെ പറയുമ്പോൾ റോബസ്റ്റ പഴമാണെന്ന് വിചാരിക്കില്ല. അറബിക്ക, റോബസ്റ്റ, ലിബറിക്കയൊക്കെ കാപ്പിയുടെ ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പാരി മലയാണ് കേട്ടോ. ഇളമ്പാരി മലയിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. മാൻസിനസ് സിയും
സിംബലിയസ് എന്നു ആണ്. നമുക്ക് റീസെന്റ് ഉള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് ശിവശക്തി പോയിന്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഭൂവൽക്കത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയല്ലേ? നമുക്ക് ശരിയായിട്ടുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ഒന്ന് ശരിയാണ്. അപ്പൊ ഒന്നില്ലാത്തതിനൊക്കെ വെട്ടിക്കളയണം. രണ്ടെന്താ പറയുന്നത്? സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ശരിയാണ് കേട്ടോ, ശരിയായിട്ടുള്ള കാര്യമാണ്. രണ്ട് ശരിയാണ്. രണ്ടില്ലാത്തവയൊക്കെ വെട്ടിക്കളയുക. മൂന്ന് നോക്കി, ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അതും ശരിയാണ്. അപ്പൊ ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരി. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണെന്നുള്ള തെറ്റാണ്. ഭൂവൽക്കത്തിന് കനം വളരെ കൂടുതലല്ലേ, കുറവല്ലല്ലോ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഒന്നും രണ്ടും, 1 ഉം 2 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. തിരമാലകൾ എന്നാൽ എന്താണ്? തിരമാലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് കേട്ടോ, ജലത്തിന്റെ ചലനമല്ല. ഓപ്ഷൻ ബിയും അല്ല. സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹമാണ് എന്ത്? തിരമാലകൾ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. തെറ്റായതാണ് കാണേണ്ടത്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. നമ്മളിത് കണ്ടതാണ് അല്ലേ? അത് തെറ്റല്ലേ? കിഴക്കൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്, പശ്ചിമ തീര സമതലത്തിനാണ് കുറവ്. അപ്പൊ അത് തെറ്റാണ്. നമുക്ക് തെറ്റായതാണ് കാണേണ്ടത്. അപ്പൊ ഒന്ന് തെറ്റാണ് അല്ലെ? തെറ്റായതാണ് കാണേണ്ടത്. അപ്പൊ ഒന്ന് നമുക്ക് വേണം. അപ്പൊ ഒന്നില്ലാത്തവയൊക്കെ വെട്ടിക്കളയും, ഒന്ന് നമുക്ക് വേണം. അടുത്ത് നോക്കി. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. അത് ശരിയല്ലേ? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരിയാണ്. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഒന്ന് മാത്രം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് നോക്കിയേ. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഏത്? മണികരൺ അല്ലെ? മണികരൺ ഉണ്ട്. പിന്നെ എന്താണ്? പുകത്താഴ്വര. ഒന്നും രണ്ടും ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മിഷോങ് ആണ് കേട്ടോ, മിഷോങ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്കൽ സമതലമാണ് ഇതിൽ അല്ലാത്തത്. നമുക്കറിയാം പടിഞ്ഞാറൻ തീരസമതലം അല്ലെ? അതായത് ഈ ഭാഗത്ത് കൊങ്കണുണ്ട്, കച്ചുണ്ട്, കത്തിയവാറൊക്കെ ഈ ഭാഗത്താണ്. ഉത്കലാണ് ഇതിന്റെ ഭാഗം അല്ലാത്തത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വെസ്റ്റേർലീസിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമ്മൾ ഈസ്റ്റർലീസും വെസ്റ്റർലീസും ഓൾറെഡി കണ്ടതാണ്. ഇതിനെക്കുറിച്ച് തെറ്റായത് കണ്ടെത്താനാണ്. ഫസ്റ്റ് നോക്കി. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്കോട്ട് വീശുന്നു. ശരിയല്ലേ? ഇത് വ്യാപാര കാറ്റെന്ന് അറിയപ്പെടുന്നുണ്ട്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. വെസ്റ്റർലീസ് ഇതല്ല. മൺസൂൺ കാലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതും ശരിയാണ്. നമുക്കിവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രം. തെറ്റായ പ്രസ്താവനയാണ് കാണേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുക. ഏതിലാണ് രേഖപ്പെടുത്തുന്നത്? ഡോപ്സൺ യൂണിറ്റിലാണ് കേട്ടോ. ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമായ മേഖലയാണ് കാമ്പ്. ശരിയാണ്. അടുത്ത് ശരിയായിട്ടുള്ളത് മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു എന്നുള്ളതും ശരിയാണ്. ബാക്കിയൊക്കെ ഇവിടെ തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? കോതയാറാണ് കേട്ടോ. ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് ഇവിടെ കോതയാറാണ്. അടുത്ത ചോദ്യം.
ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകൾ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണെന്നുള്ളതാണ്. എക്സ്പോസാറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, എക്സ്പോസാറ്റ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായതാണ് കാണേണ്ടത്. ഇതില് തെറ്റേത് ശരിയെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും പാളി ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ തെറ്റാണ്. തെറ്റായിട്ടുള്ളതല്ലേ കാണേണ്ടത്? 1 തെറ്റാണ് അല്ലെ. അടുത്ത്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ശരിയാണ്. അടുത്ത്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. ഗ്രാനൈറ്റ് ഒരു അവസാദശിലയാണോ? തെറ്റാണ് അല്ലെ. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരും, ശരിയാ. അളകനന്ദയും ഭഗീരഥയും കൂടി ചേർന്നിട്ടാണ് അത് ഗംഗയായി മാറുന്നത്, അതും ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ഇവിടെ തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഗൾഫ് സ്ട്രീം ആണ് കേട്ടോ. ഗൾഫ് സ്ട്രീം ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. അടുത്ത, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. നമ്മൾ കണ്ടു ഗ്രീനിച്ച് സമയം എവിടെയുണ്ട്, ഇതിനേക്കാളും +5.5 ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. അത് ശരിയാണ് അല്ലെ. ശരിയായിട്ടുള്ള കാണേണ്ടത് 1 ഇവിടെ ശരിയാണ്. അപ്പൊ ഒന്നില്ലാത്തതൊക്കെ വെട്ടിക്കളയുക. അടുത്ത് നോക്കി, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. കൂടംകുളത്ത് ഭൗമ താപോർജ നിലയമാണോ ഉള്ളത്? താപോർജ നിലയം അല്ല, ആണവോർജ നിലയമാണുള്ളത് അല്ലെ. ആണവോർജ നിലയമാണുള്ളത്. ഓക്കെ, അപ്പൊ 2 ഇവിടെ തെറ്റാണ്. അപ്പൊ 2 നമുക്ക് വേണ്ട. നമുക്ക് 2 വെട്ടിക്കളഞ്ഞു. നമുക്ക് ശരിയായിട്ടുള്ളതല്ലേ വേണ്ടത്. നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി, ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ട്. ബാക്കി എന്നാലും നോക്കാം. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. അതും തെറ്റാണ്. സത്ലജ് സിന്ധുവിന്റെ പോഷക നദിയാണ്, ശരിയാണ്. ഇവിടെ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്, ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ആൻസറിലോട്ട് എത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? എത്ര പ്രാവശ്യം ചോദിച്ചു അല്ലെ. നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2024 മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കണ്ടത്. ഏതാണ് 108, 109 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് കണ്ടത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്കിയിട്ട് ചോദിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.